ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ ദിമല്ലു ബാങ്കർ. അപ്പോൾ SBI ക്ലർക്ക് മെയിൻസിൻ്റെ സ്കോർ കാർഡ് റിലീസായിട്ടുണ്ടായിരുന്നു. ആൻഡ് ഞാൻ അത് ഇതുവരെയും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തില്ലായിരുന്നു എനിക്ക് എത്ര സ്കോഴ്സാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളത്. അപ്പോൾ ഇന്ന് ഞാനത് നിങ്ങളുമായിട്ട് പറയാമെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മൾ ചിന്തിച്ച കൂട്ട് തന്നെ ഇത്തവണ SBIയുടെ സ്കോർസ് എന്ന് പറയുന്നത് ലാസ്റ്റ് ഇയർ പോലെ തന്നെ ഏകദേശം ആയിരുന്നു. ആൻഡ് OBCയിലെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ലാസ്റ്റ് ഇയറിനേക്കാൾ കുറച്ചുകൂടി ഹൈ ആയിരുന്നു. കാരണം ലാസ്റ്റ് ഇയർ 79 അടുത്തായിരുന്നു റേഞ്ച് വന്നിട്ടുണ്ടായിരുന്നത്. ഇത്തവണ OBC മാർക്സ് എന്ന് പറയുന്നത് 80 ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് ജനറലിലും 84 അടുത്താണ് മാർക്സ് വന്നിട്ടുണ്ടായിരുന്നത്. സോ ഞാൻ നിങ്ങളുമായിട്ട് എൻ്റെ സ്കോർസ് ഷെയർ ചെയ്യാം. ആൻഡ് എൻ്റെ മാർക്സ് എന്ന് പറയുന്നത് 65.25 ആണ്. 65.25 ആണ്. നോർമലൈസേഷൻ കഴിഞ്ഞിട്ട് ആ മാർക്സ് തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. സോ OBCയിലെ കട്ട് ഓഫ് 80 ആയിരുന്നു. ആൻഡ് ഒരു പ്രാക്ടീസ് പോലും ഇല്ലാണ്ട് ഒരു മോക്ക് പോലും എടുക്കാണ്ട് പോയി എഴുതിയ ഒരു എക്സാം ആയിരുന്നു ഇത്. ഞാൻ 89, 90 അടുത്താണ് അറ്റംപ്റ്റ് ചെയ്തത്. ആൻഡ് ഈ കൂടെ തന്നെ നമ്മളുടെ റെസ്പോൺസ് ഷീറ്റും അവൈലബിൾ ആണ്. സോ ഞാൻ നിങ്ങളെ എൻ്റെ റെസ്പോൺസ് ഷീറ്റും കൂടെ കാണിക്കാം. ആൻഡ് ആ റെസ്പോൺസ് ഷീറ്റിൽ അപ്പോൾ ഇതാണ് എൻ്റെ റെസ്പോൺസ് ഷീറ്റ്. ഇതിൽ നിന്ന് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ടോട്ടൽ 90 അറ്റംപ്റ്റ് ചെയ്തെന്നായിരുന്നു അന്ന് എക്സാം കഴിഞ്ഞപ്പോൾ പറഞ്ഞത്. ബട്ട് ഞാൻ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഞാൻ 89 ആണ് അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ളത്. 89 അറ്റംപ്റ്റ് ചെയ്തതിൽ ഞാൻ 5 ക്വസ്റ്റ്യൻസ് ആണ് GA അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 5 ക്വസ്റ്റ്യൻസ് GA അറ്റംപ്റ്റ് ചെയ്തതിൽ 4 റോങ് ആയിരുന്നു. പഠിക്കാതെ പോയി കറണ്ട് അഫെയർസ് നോക്കാണ്ട് പോയി എഴുതിയാൽ ഇത്രയുമൊക്കെ തന്നെയാണ് കിട്ടാൻ പോകുന്നത്. സോ ഞാൻ 5 എണ്ണമാണ് അറ്റംപ്റ്റ് ചെയ്തത്. അതിലെനിക്ക് 4 റോങ് വന്നു. ദെൻ അടുത്തത് ഇംഗ്ലീഷിൽ എനിക്കൊന്നും ഞാൻ 30 ആണോ 40 ആണോ എന്ന് കറക്റ്റ് ഓർക്കുന്നില്ല. ഞാൻ 30 ക്വസ്റ്റ്യൻസ് ആണ് അറ്റംപ്റ്റ് ചെയ്തത്. ആൻഡ് അതിൽ 10 റോങ് വന്നിട്ടുണ്ട്. ഇംഗ്ലീഷ് നല്ല ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെ ആയിരുന്നു. ഇംഗ്ലീഷ് ആയിരുന്നു ഒട്ടുമിക്ക, അതായത് നമ്മളുടെ എല്ലാ സെക്ഷൻസിനെ കമ്പയർ ചെയ്ത് നോക്കിയാലും ഇംഗ്ലീഷ് ആയിരുന്നു കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഏരിയ. അതിൽ ഞാൻ 30 അറ്റംപ്റ്റ് ചെയ്തതിൽ എനിക്ക് 10 റോങ് വന്നു. ദെൻ ക്വാണ്ടിൽ ഞാൻ 23 അറ്റംപ്റ്റ് ചെയ്തു. ആൻഡ് 23യും എൻ്റെ കറക്റ്റ് ആയിരുന്നു. ദെൻ റീസണിങ്ങിൽ ഞാൻ 31 അറ്റംപ്റ്റ് ചെയ്തു. ആൻഡ് 8 എനിക്ക് റോങ് വന്നു. അങ്ങനെയാണ് എനിക്ക് ടോട്ടൽ വന്നിട്ടുള്ള എൻ്റെ റോങ് എന്ന് പറയുന്നത് 22 റോങ് ആൻസേഴ്സാണ് എനിക്കുണ്ടായിരുന്നത്. 89 അറ്റംപ്റ്റ് ചെയ്തതിൽ 22 റോങ് ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. ആൻഡ് അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഒരു മാർക്കിൻ്റെ റേഞ്ചും അതുപോലെ തന്നെ നെഗറ്റീവ്സിൻ്റെ റേഞ്ചും ഒക്കെ നിൽക്കുന്നത്. സോ നിങ്ങളൊക്കെ RBI അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാനും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുവാണ്. നമുക്ക് മാക്സിമം മോക്സ് ചെയ്ത് നോക്കാം. ഞാൻ ഫോളോ ചെയ്യുന്നത് ഗൈഡിലെ മോക്സ് ആണ്. ആൻഡ് അതുപോലെ തന്നെ സെക്ഷണൽ ലൈവ് മോക്സ് ഏതൊക്കെ പ്ലാറ്റ്ഫോം, ഒലിവ് ബോർഡ് ആണെങ്കിലും പ്രാക്ടീസ് മോക്ക് ആണെങ്കിലും അതിൽ നിന്നെല്ലാം ചെയ്യുന്നുണ്ട്. സോ നിങ്ങളുടെ സ്കോർസ് എത്രയാണെന്നും താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.